പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന്റെ ഭാഗമായി ചേർന്ന സർവകക്ഷി യോഗം അവസാനിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങി നിരവധി വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. നാളെ ചേരുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഓഗസ്റ്റ് 21 വരെയാണ് നടക്കുക. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ദീർഘിപ്പിക്കാനുള്ള പ്രമേയമടക്കം നിരവധി ബില്ലുകൾ സഭയിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന ആദ്യ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിനെ വെള്ളം കുടിപ്പിക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ അഭ്യൂഹങ്ങൾ പ്രധാനമന്ത്രി സഭയിൽ നേരിട്ടെത്തി വിശദീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. ഇന്ത്യ പാക് സംഘർഷത്തിലെ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിലും കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്ന ആവശ്യവും ഉന്നയിക്കും. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം സഭയിൽ ചർച്ച ചെയ്യാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. ആദ്യത്തെ പരിഗണന ഞങ്ങൾ നൽകുന്നത് പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിലാണ്. ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള വ്യക്തികൾ നടത്തുന്ന ജൽപ്പനങ്ങൾ, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇതുവരെ കേന്ദ്ര സർക്കാർ ഫലപ്രദമായിട്ട് ആ ഒരു പ്രസ്താവനയെ ഖണ്ഡിച്ചിട്ടില്ല. പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വന്ന് ഇരുസഭകളിലും പ്രസ്താവന നടത്തി അതിനു മുകളിൽ ചർച്ച നടത്തണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷവും ഗവർണർമാരെ ഉപയോഗിച്ചുള്ള സംസ്ഥാന സർക്കാരുകളുടെ ഭരണ അസ്ഥിരതയും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ ഇംപീച്ച് പ്രമേയം സഭയിൽ അവതരിപ്പിച്ചാൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള പ്രമേയത്തെ പിന്തുണക്കുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. അതേസമയം പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിലെ മോദിയുടെ വിദേശ പര്യടനത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.